സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പുറപ്പെട്ട ആദ്യ തീർത്ഥാടക സംഘം ജിദ്ദയിലെത്തി. ശനിയാഴ്ച പുലർച്ചെ 1:10 കരിപ്പൂർ വിമാനത്താവളം വഴി പുറപ്പെട്ട 172 പേരാണ് സൗദി സമയം പുലർച്ചെ 4:03 ജിദ്ദയിലെത്തിയത്. 95 സ്ത്രീകളും 73 പുരുഷന്മാരുമാണ് സംഘത്തിലുള്ളത്. ആദ്യ തീർത്ഥാടക സംഘം വെള്ളിയാഴ്ച രാവിലെ 9 കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിലെത്തിയിരുന്നു. ക്യാമ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം ശനിയാഴ്ച പുലർച്ചെയാണ് പുറപ്പെട്ടത്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 3011 നമ്പർ വിമാനത്തിൽ 77 പുരുഷന്മാരും 95 സ്ത്രീകളും ഉൾപ്പെടെ 172 തീർത്ഥാടകരാണ് യാത്രയായത്. ആദ്യ വിമാനത്താവളത്തിലേക്കുള്ള തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ ക്യാമ്പിലെത്തിയിരുന്നു. തീർത്ഥാടകരുടെ ജുമാ നിസ്കാരം ക്യാമ്പിൽ വെച്ച് നടത്തി. ക്യാമ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നു, ലഗേജിന്റെ കുറക്കേണ്ട ആവശ്യം. അതിന് കാരണം ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതിന് കാരണം, അല്ലെങ്കിൽ നമുക്ക് 15 ഹജ്ജാജിമാരെ ഓഫ്ലോഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓഫ്ലോഡ് ചെയ്യപ്പെടുന്ന 15 ഹജ്ജാജിമാർ പിന്നീട് അത് 180 ആവുമ്പോൾ മാത്രമേ അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയൂ. അതൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മുടെ നെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണം എന്നതുകൊണ്ടാണ് ലഗേജ് കുറക്കാൻ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തവണ ഒരു യുദ്ധഭീഷണിയിലാണ് ഹജ്ജ് നടക്കുന്നത്. ഇതിനു മുമ്പ് കോവിഡായിരുന്നു നമുക്ക് ഭീഷണി, ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം, അല്ലെങ്കിൽ ഭാരം കുറക്കാൻ കാരണം, അഥവാ ഒരു മണിക്കൂറിലധികം നമുക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാൻ വേണം. അതുകൊണ്ട് യാതൊരു ഭയപ്പാടും എനിക്ക് വേണം. പലതും പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങൾ മുമ്പോട്ട് പറയും. പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ്. നമ്മുടെ വ്യോമപാത ഒരു തകരാറുമില്ല. നിങ്ങൾ പറയുന്ന പോലെ തന്നെ 5.5 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിന് ശേഷം രാത്രി 8:30 തീർത്ഥാടകർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. എയർപോർട്ടിൽ തീർത്ഥാടകരുടെ ദേഹപരിശോധന, ഇമിഗ്രേഷൻ എന്നീ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തീർത്ഥാടകർ വിമാനം കയറുന്നതുവരെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നതിന് നിശ്ചിത എണ്ണം ഹജ്ജ് സെൽ ഉദ്യോഗസ്ഥരും എയർപോർട്ടിൽ പ്രത്യേകം ചുമതലപ്പെടുത്തിയിരുന്നു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരിൽപ്പെട്ട മൂന്നിയൂർ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KM മുഹമ്മദ് ജൈസലാണ് ആദ്യ സംഘത്തോടൊപ്പം അനുഗമിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1:10 പുറപ്പെട്ട സംഘം സൗദി സമയം പുലർച്ചെ 4:03 ജിദ്ദയിലെത്തി. വിമാനത്താവളത്തിൽ ക്യാമ്പ് രജിസ്റ്റർ പൂർത്തിയാക്കിയ ശേഷം ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയ പ്രത്യേക ബസ്സിലാണ് തീർത്ഥാടകർ എത്തിയത്. പാസ്പോർട്ട്, സ്റ്റീൽ വള, ID കാർഡ്, ബോർഡിംഗ് പാസ്, ബാഗേജുകളിൽ പതിക്കുന്നതിനുള്ള RFID സ്റ്റിക്കർ ഉൾപ്പെടെയുള്ള യാത്രാരേഖകൾ വിതരണം ചെയ്തു. ഈ വർഷം ഏർപ്പെടുത്തിയ RFID കാർഡിൽ തീർത്ഥാടകരുടെ പേര്, കവർ നമ്പർ, മക്കയിലെയും മദീനയിലെയും താമസ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുണ്ട്. ബാഗേജുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇതുവഴി സാധിക്കും. മെയ് 11 ഞായറാഴ്ച കോഴിക്കോട് നിന്ന് 3 കണ്ണൂരിൽ നിന്ന് 2 വീതം വിമാനങ്ങൾ സർവീസുകൾ നടത്തും. കണ്ണൂരിൽ നിന്നും ആദ്യ വിമാനം ഞായറാഴ്ച പുലർച്ചെ 4 മണിക്കും രണ്ടാമത്തെ വിമാനം രാത്രി 7:30 പുറപ്പെടുക. തീർത്ഥാടകർക്ക് യാത്രയിൽ കരുതേണ്ട അത്യാവശ്യ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പോടുകൂടി ലഭ്യമാകുന്നതിന് ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രത്യേക സൗകര്യം ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. സൗദി റിയാൽ ആവശ്യമുള്ള തീർത്ഥാടകർക്ക് ആയത് ലഭ്യമാകുന്നതിന് പ്രത്യേക മണി എക്സ്ചേഞ്ച് കൗണ്ടർ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. M5 ന്യൂസ്, മലപ്പുറം.